പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെയും കണ്ടത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഈ ഭാഗം നമ്മൾ കണ്ടതിന് ശേഷം ഈ ബ്രെഡ് സെക്ഷൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തണം. അതായത് എന്താണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതെന്ന് നമ്മൾ ഇതുവരെയും കണ്ടതിനെ ഒന്ന് ഉപസംഹരിക്കാൻ കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പരിശ്രമിക്കണം. നമുക്കതുകൊണ്ട് ആ ഭാഗം വായിക്കാം. ഓരോ വാക്യവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. 14-ാമത്തെ വാക്യം: ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ മറുപടി പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കണ്ടോ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലാവാത്തത്? ഞാൻ ഈ ഭാഗം നമ്മൾ വിശദീകരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടതെന്നറിയാം, നമ്മൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ, മനസ്സിലാക്കി തരണേ, കണ്ണ് തുറന്നു തരണേ. ഈ 1966 തോന്നുന്നു, 1966 മറ്റേ ഈ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് ചെറുപ്പക്കാർ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഏതാണ്ട് 29ഓളം വരുന്ന ചെറുപ്പക്കാർ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അന്ന് രാത്രിയിൽ അവരുടെ മേൽ ആത്മാവ് പെന്തക്കോസ്താ തിരുനാളിൽ എഴുന്നള്ളി വന്നതുപോലെ ആത്മാവ് ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അതിനെക്കുറിച്ച് അവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ജീവിതത്തിൽ ആദ്യമായി ദൈവത്തെ ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കി. അവരെഴുതിയിരിക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായി ദൈവഭയം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം നമ്മളിത് കണ്ടോ, ഒരു അൾത്താരയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്ന ആ അവസ്ഥ ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും കർത്താവിനോട് ബഹുമാനമുണ്ട്, ദൈവഭയമുണ്ട്, ദൈവസ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു പടി കൂടി നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടാൽ, ഒരു പടി കൂടി നമുക്കൊരു ദൈവാനുഭവം ഉണ്ടായാൽ, നമ്മൾ ഇന്ന് നിൽക്കുന്ന പോലല്ല നാളെ നിൽക്കാൻ പോകുന്നത്. അത് വ്യത്യാസം വരും. അപ്പം നമ്മൾ എന്താണ് ഈ വചനം എല്ലാം പഠിക്കുമ്പോൾ ഇത് നമുക്കൊരു മെൻ്റൽ എക്സസൈസ് അല്ല, നമുക്കിതൊരു പഠനമല്ല. മറിച്ച് ഇത് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം പറയണം. എന്താ ആഗ്രഹം? കർത്താവേ, എനിക്കിതൊരു അനുഭവമാക്കി തരണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എവിടെയോ, സെമിനാരി പഠിക്കുന്ന സമയത്തും എനിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അനുഭവമായിരുന്നില്ല. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് കുർബാനയ്ക്ക് നിൽക്കുന്നതായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രയാസമേറിയ കാര്യം. ഒന്നാമത് അന്ന് മുതലേ കാലുവേദനയുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ഈ കാലുവേദന, ഒരു കാലിൻ്റെ വേദന, ശാരീരിക വേദന ഉണ്ട്. അതിപ്പോൾ രാവിലെ മുതലേ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നിന്ന് കുർബാനയൊക്കെ ആകുമ്പോഴേക്കും കാലൊക്കെ നല്ല വേദനയാവും. അതിനേക്കാൾ ഉപരി എത്ര കാലുവേദന ഉണ്ടെങ്കിലും നമ്മളിപ്പം നിൽക്കുന്നില്ലേ? പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ ഒരു വലിയ സ്ട്രഗിൾ ഇതായിരുന്നു, എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഒരു അനുഭവമില്ല. ഞാൻ പലപ്പോഴും വായിച്ച കാര്യങ്ങളിലെല്ലാം വെളിച്ചത്തിൽ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊക്കെ തീർത്ത് വിടാവുന്നല്ലേ ഉള്ളത്, ഇത് എന്തിനാണ് ഇങ്ങനെ ഇത്ര എലാബറേറ്റായിട്ട്? പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ തുറന്ന് പറയട്ടെ, അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ മറുവശം പറയുമായിരുന്നു, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമില്ലെങ്കിൽ ഈ 2000 കൊല്ലമായിട്ട് ഇതിങ്ങനെ നടക്കുമോ?
അപ്പോഴും ചില അമ്മച്ചിമാർ എന്നോട് പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മച്ചിമാരുടെ കണ്ണിൽ നോക്കി അവരുടെ തിളക്കത്തിൽ നിന്നറിയാം ഇതിനകത്ത് എന്തോ ഉണ്ട്. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്നും ഒരു പ്രയാസം വരുമായിരുന്നു. കാരണം എന്താ, ആ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ആ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ വേറെ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ അമ്മച്ചി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടൊരു വ്യത്യാസം വരികയാണ്, എന്തോ ഒന്ന് മാറുന്നു. അപ്പോൾ എനിക്കറിയാം ഇത് ചില ആളുകൾക്ക് ഇതുണ്ട്, എനിക്കില്ല. ചില ആളുകൾ ഈ ദൈവിക കാര്യം, ഞങ്ങളുടെയൊക്കെ നാട്ടുമ്പുറത്തെ പള്ളി മലയോര ഗ്രാമമല്ലേ, അവിടെയൊക്കെ പാവ മനുഷ്യരാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയെപ്പോലെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ഇവരെല്ലാം പള്ളി നിൽക്കുന്നത് അന്നും ഇന്നും ഇങ്ങനെ, അന്നും ഇന്നും. ഇപ്പം ഇന്നും രാവിലെ നടന്ന് പള്ളിയിൽ പോയിട്ടുണ്ടാവും, ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡായിട്ട് നിൽക്കുകയല്ലേ. പക്ഷെ അത് കാണുമ്പോൾ നമുക്കറിയാം ഇവർക്ക് എന്തിങ്ങനെ, ഇവർക്ക് എന്താ ഇവരിങ്ങനെ നിർത്തുന്നത് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്ങും ഇല്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടെങ്കിൽ എനിക്കൂടെ ഇതൊന്ന് മനസ്സിലാക്കി തരണേ. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാം, കേമനാന്ന് പറഞ്ഞല്ല, മറിച്ച് ഇതൊന്ന് ആഗ്രഹിക്കണം. കർത്താവേ ഇതൊക്കെ എനിക്കൊരു അനുഭവമായിട്ട് മാറണം കർത്താവേ. പാതിരപ്പയൊക്കെ പരിശുദ്ധ കുർബാനയൊക്കെ എടുത്ത് ഇങ്ങനെ ഉയർത്തി മണിക്കൂറുകൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെന്ന്. ആ ദൈവിക സാന്നിധ്യത്തിൽ ലയിച്ച് മറ്റ് ബാഹ്യമായ എല്ലാ ഓർമ്മകളും ഇല്ലാതായി എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയാതെയുള്ള ആ അഭൗമമായ, ആ വിവരിക്കാനാവാത്ത മഹാരഹസ്യത്തിൻ്റെ നിഗൂഢമായ, അനന്തമായ ആ അർത്ഥത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ വിലയം പ്രാപിച്ച് നിന്ന വിശുദ്ധര് ഒന്നും കാണാൻ വെച്ചിട്ടാ നമുക്ക് ഒരു ഫീലിങ്ങും വരുന്നില്ല. ഇത് ദാഹിക്കണം. അതായത് പൊട്ടിക്കരഞ്ഞും ഹൃദയം തകർന്നും ഉള്ളുരുകിയും ഓരോ പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന വന്ന് നമ്മുടെ ചങ്കിൽ അടിക്കുന്ന വിധത്തിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ അലയൊലി നമ്മുടെ മേൽ ഉയരാൻ ആഗ്രഹിച്ചും ദാഹിച്ചും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം നടക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറ. പടിപടിയായിട്ട് വളർന്നു വന്ന ഒരു അവിശ്വാസം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുന്നതാണ് ഈ എപ്പിസോഡ്. ശിഷ്യന്മാരുടെ അവിശ്വാസം അതിൻ്റെ ക്ലൈമാക്സിലെത്തുകയാണ്. അപ്പോൾ ഇവിടെ പടിപടിയായിട്ട് ഇവരിങ്ങനെ ഈ വഞ്ചിയിൽ കാറ്റടിച്ച് കയറിയപ്പോഴൊക്കെ അവിശ്വസിച്ചു. പല കാര്യത്തിൽ ഇവർ അവിശ്വസിച്ചിട്ടുണ്ട്. അതിങ്ങനെ വന്ന് അപ്പം ഇവർക്കെല്ലാം എങ്ങനെ ഭക്ഷണം കൊടുക്കും, ഇങ്ങനെ അവിശ്വസിച്ച് ഇവർ ക്ലൈമാക്സിലെത്തുകയാണേ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? വഞ്ചിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പം എടുത്തിട്ടില്ല. അവിടുത്തെ റെഫറൻസ് നോക്കിയേ, വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. 16 വാക്യം വായിച്ചേ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് രണ്ടും കോൺട്രഡിക്ടറി അല്ലേ? ആദ്യം എന്താ പറഞ്ഞു? അവരുടെ പക്കൽ ഒരപ്പമുണ്ട്. 16 വാക്യത്തിൽ പറയുന്നത് എന്താണ്? തങ്ങളുടെ പക്കൽ അപ്പം ഇല്ല. മർക്കോസ് എന്താ ശരിക്കും പറയുന്നത് അറിയാം? ഇവർ ശരിക്കും അപ്പം എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരപ്പം ഏതാ? ഈശോ മാത്രമേ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. 1 ലോഫ്, LOAF, 1 ലോഫ്. കണ്ടോ, പറഞ്ഞ് കൊണ്ടെത്തിക്കുന്ന കണ്ടോ? കർത്താവാണ് ഈ അപ്പം. കർത്താവ് മാത്രമേ ഉള്ളൂ, മറ്റേ അപ്പം എടുത്തില്ല. ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി. ആര്? ആ അപ്പം മുന്നറിയിപ്പ് നൽകി. ഹെറോദേസിൻ്റെയും ഫരിസേയരുടെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടിരിക്കുവിൻ. പുളിപ്പ് പെട്ടെന്ന് പറയാം. ഹെറോദിൻ്റെ പുളിപ്പ് എന്ന് പറയുന്നത് ഫരിസേയരുടെ പുളിപ്പ് എന്ന് പറയും. ഫരിസേയരുടെ പുളിപ്പ് എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രസി, കപടനാട്യം, അഭിനയമാണ് ഫരിസേയൻ്റെ പുളിപ്പ്. ഹെറോദേസിൻ്റെ പുളിപ്പ് എന്താണ്? ഹെറോദേസിൻ്റെ പുളിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കണ്ടതാണിത്. അതായത് ഇയാൾ ഭക്തനാണ്, ഹെറോദ് ഭക്തനാണ്, റിലീജിയസ് ആയതുകൊണ്ടല്ലേ ഏറ്റവും അപകടകാരിയായ നൊട്ടോറിയസായ ഒരു പ്രോഫറ്റിനെ വിളിച്ചാണ് പ്രസംഗിപ്പിക്കുന്നത് രാജകൊട്ടാരത്തിൽ.
ഇയാൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഇല്ലെങ്കിൽ യൂട്യൂബിലെ പ്രസംഗം കേൾക്കുമോ? കേൾക്കത്തില്ല. അപ്പോൾ താല്പര്യമൊക്കെ ഉണ്ട്. പ്രവാചകനെ, ഏറ്റവും ഡേഞ്ചറസ് ആയ പ്രവാചകനെ വിളിച്ച് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളാണ് ഹെറോദേസ്. പിന്നെന്താ ഹെറോദിൻ്റെ പുളിപ്പ്? ഇയാൾ ഇത് കേൾക്കും, 5 മിനിറ്റ് കഴിഞ്ഞ് സലോമിയുടെ അർദ്ധനഗ്നമായ നൃത്തവും കാണും. ഇതാണ് ആ പുളിപ്പ്. നല്ല ആരാധന നടത്തും, അത് കഴിഞ്ഞ് രാത്രി പോയി പൊർണോഗ്രഫി കാണും, അശ്ലീലം കാണും. ഇത് രണ്ടും തമ്മിൽ സ്വിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളെയാണ് ഹെറോദിൻ്റെ പുളിപ്പ് എന്ന് പറയുന്നത്. ഒരു വശത്ത് ഭയങ്കര ആരാധന, പ്രാർത്ഥന, മറുവശത്ത് വലിയ അശുദ്ധി. ഇതാണ് പുളിപ്പ്. എന്തിനാ ഈ അപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലെല്ലാം പറയുന്നേ? കുർബാനയ്ക്ക് വരുമ്പോൾ കാപട്യത്തോടെ അഭിനയിച്ച് വരരുത്. ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായാലേ വരാവൂ. 2, തിന്മയും അശുദ്ധിയും വെച്ചിട്ട് ഈ അപ്പത്തെ സമീപിക്കരുത്. അതൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം. പോട്ടെ, നമുക്ക് വേഗം പോകണം. അവരുടെ പക്കൽ ഒരപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കും, പരിസേയരുടെയും ഹെറോദിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടിരിക്കുവിൻ. ഒരു ഭാഗം ഈ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കണം. ഈ പുളിപ്പ് നിങ്ങൾ കേട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ? പുളിപ്പ്, പുളിമാവ്, ഇതെല്ലാം പറഞ്ഞിരുന്നത് ഒരു തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഏത് തിരുനാളിൻ്റെ? പെസഹാ തിരുനാളിൻ്റെ ആണല്ലോ. പെസഹാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. പെസഹാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ അവർ കഴിച്ചുകൊണ്ടിരുന്നത് ഏതപ്പമാണ്? പുളിപ്പില്ലാത്ത അപ്പമാണ്. കണ്ടോ? പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹാ ബലിയോട് ചേർത്ത് ഭക്ഷിച്ചിരുന്നത്. പുളിപ്പില്ലാത്ത അപ്പമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അപ്പത്തെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ചല്ലേ പഠിപ്പിക്കുന്നേ, പെസഹായെക്കുറിച്ചല്ലേ പഠിപ്പിക്കുന്നേ. അപ്പോൾ പറയാണ് പുളിപ്പില്ലാതെ വേണം ഇതിനടുത്ത് വരാൻ. പുളിപ്പില്ലാതെ. എന്താണ് പുളിപ്പ്? കാപട്യം, അവിശ്വാസം, അശുദ്ധി, തെറ്റായ ബോധ്യങ്ങൾ, ഇതെല്ലാം ആ പുളിപ്പാണ്. അതില്ലാതെ വേണം ഈ അപ്പത്തെ, ഈ ദിവ്യകാരുണ്യത്തെ സമീപിക്കാൻ. ഈ പശ്ചാത്തലത്തിൽ ഒരു വചനം വായിക്കുന്നത് വളരെ നല്ല വചനമാണ്. 1 കൊറിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. 1 കൊറിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. ഞാൻ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കാം, അന്നേരം അത് നല്ലപോലെ മനസ്സിലാവും. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. 1 കൊറിന്തോസ് 5:1 മുതൽ. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ ബന്ധത്തിൽ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവൻ. ശ്രദ്ധിച്ച് വായിച്ചോണേ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാനവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, എവിടെ ഒരുമിച്ച് കൂടുമ്പോൾ? പറ. കുർബാനയ്ക്ക് വരുമ്പോൾ, അതാ പറയുന്നേ. പള്ളി വരുമ്പോൾ, സഭായോഗത്തിന് വരുമ്പോൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെസഹാ തിരുനാളിന് വരുമ്പോൾ, പെസഹാ ബലി അർപ്പിക്കാൻ വരുമ്പോൾ, പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രവൃത്തി ചെയ്തവരെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അവന് കുർബാന കൊടുക്കരുതെന്ന്. പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവന് ഈ വിരുന്ന് മേശയിൽ നിന്ന് ഓഹരി കൊടുക്കരുത്, ഈ അപ്പത്തിൽ നിന്ന് അവന് ഭക്ഷിക്കാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിൽ നിന്ന് അവനെ മാറ്റി നിർത്തണം എന്ന് വരെ, അനുദപിച്ച് തിരിച്ചു വരുന്നവരെ, ഈ തെറ്റ് തിരുത്തുന്നത് വരെ അവന് യൂക്കറിസ്റ്റിക് കമ്മ്യൂണിയൻ കൊടുക്കരുത്. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ആ പശ്ചാത്തലത്തിലാണ്, കുർബാനയുടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. അടുത്തത്, അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല, അല്പം പുളിപ്പ്. കണ്ടോ? പുളിപ്പ് കണ്ടോ? പുളിപ്പ്, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ? നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? കുർബാനയുടെ കോണ്ടെക്സ്റ്റാണിത്. വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ പറയുന്നത്. കുർബാനയ്ക്ക് വരുമ്പോൾ പുളിപ്പില്ലാതെ വരണമെന്ന്, അതിനെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്ന് പറയുന്നു. പുളിപ്പ് നീക്കിക്കളഞ്ഞിട്ടേ കുർബാന സ്വീകരിക്കാൻ വരാവൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് മർക്കോസ് 6:33 മുതൽ 8:38 വരെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ആ കണ്ണിലൂടെ നിങ്ങൾ ഇനി മുഴുവൻ ഇതൊന്ന് വീണ്ടും കേട്ടു നോക്കിയാൽ മുഴുവൻ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനമാണ്.
കണ്ടോ, അപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തിനാ ഈ പുളിപ്പിനെ കുറിച്ച് ഹെറോദേസിൻ്റെയും പരിസേയരുടെയും പുളിപ്പിനെ സൂക്ഷിച്ചോണം. കുർബാനയ്ക്ക് ഈ അപ്പം, നീ ഒരപ്പമല്ലേ ഉള്ളൂ, ഞാൻ എന്നെ സ്വീകരിക്കാൻ നീ വരുമ്പോൾ പുളിപ്പില്ലാതെ വരണം. മനസ്സിലാവുന്നോ? പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനെ തർക്കിക്കുന്നു? അവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി കർത്താവിൻ്റെ ഒരു സങ്കടം കർത്താവ് പറയാൻ പോവുകയാണ്, വലിയ വേദന പറയുകയാണ്. കർത്താവ് ശിഷ്യന്മാരുടെ ആത്മീയ അന്ധത അതിനെ കർത്താവ് ശകാരിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണത്? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എന്നാലോചിച്ച് നോക്ക്, എന്തെല്ലാം കാര്യങ്ങളായി പറയുന്നത്. എന്തൊക്കെ പറയുന്നേ? മനസ്സിലാക്കുക, ഗ്രഹിക്കുക, ഹൃദയം മന്ദീഭവിച്ചിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക, ഗ്രഹിക്കാതിരിക്കുക, ഹൃദയം മന്ദീഭവിച്ചിരിക്കുക, കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, ഓർമ്മിക്കാതിരിക്കുക. കർത്താവ് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം? മനസ്സിലാക്കണം, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കണം. 2, ഇതെല്ലാം ഗ്രഹിക്കണം. 3, ഹൃദയം മന്ദീഭവിക്കാതെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കണം, കർത്താവിലേക്ക് ഹൃദയം ഉണരണം. 4, കണ്ണു തുറന്ന് നന്നായിട്ടെല്ലാം കാണണം, കർത്താവിനെ കേൾക്കണം, കർത്താവ് ചെയ്തെല്ലാം ഓർക്കണം. കണ്ടോ, എന്തുമാത്രം നല്ലൊരു, ഇതെല്ലാം കുർബാനയ്ക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തേ. എന്താ ചൊല്ലുന്നതെന്ന് മനസ്സിലാക്കണം. എന്താ ചൊല്ലുന്നതെന്ന് മനസ്സിലാക്കണം. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും അതങ്ങ് അടിച്ചു വിടുകയല്ല. എന്താ ചൊല്ലുന്നത്? വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഒരു 90% ആളുകൾ അബോധാവസ്ഥയിലാണ് ചൊല്ലുന്നത്. എന്താ ഈ ചൊല്ലുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയേ ചൊല്ലാവൂ. കണ്ടോ, മനസ്സിലാക്കണം, ഗ്രഹിക്കണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതെന്തിനാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അതെന്തിനാ പറയുന്നത്? അത് ഗ്രഹിക്കണം. അത് രാജാവായ ദൈവമായ ക്രിസ്തുവിനെ കുർബാന തുടങ്ങുമ്പോൾ തന്നെ ആരാധിക്കുന്ന ഭാഗമാണ്. ദൈവമായിട്ട് ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധൻ, ബലവാൻ, അമർത്യൻ, മരണമില്ല ദൈവത്തിന് കൊടുക്കുന്ന അവദാനങ്ങൾ യേശുവിന് കൊടുത്ത് യേശു ദൈവമാണെന്ന് കുർബാനയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അല്ലേ? പിന്നെ പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ. അപ്പം മനസ്സിലാക്കണം, ഗ്രഹിക്കണം, ഹൃദയം മന്ദീഭവിച്ചിരിക്കരുത്. അതിങ്ങനെ പല ആളുകളും പരിശുദ്ധ കുർബാനയ്ക്ക് നിപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഹൃദയത്തിൽ ഒരു സ്പാർക്കും കത്തുന്നില്ല, ഹൃദയത്തിൽ ഈ ഒരു തുടിപ്പില്ല, കാണുന്നില്ല. കണ്ടോ, കുർബാന കാണാൻ വരിക എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കണം? എന്താ ഓർമ്മിക്കണ്ടേ? പെട്ടെന്ന് കുർബാന തീരണമെന്ന് വാശി പിടിക്കത്തില്ലേ നമ്മൾ? പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് അങ്ങ് തീർക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഓർക്കുന്നില്ല. ഓർക്കുന്നില്ല? ഒരു മനുഷ്യൻ 3 മണിക്കൂർ കുരിശേ കടന്ന് പെടഞ്ഞതാണ് ഈ 1 മണിക്കൂർ കൊണ്ട് ഒപ്പിക്കാൻ നോക്കുന്നത്. കർത്താവിൻ്റെ കുരിശ് മരണമല്ലേ ഇത്? അല്ലെങ്കിൽ 3 മണിക്കൂർ കുരിശേ കിടന്ന് മാത്രമാണോ? രാവിലെ കുരിശ് ചുമന്നത് മുതൽ കുരിശയിൽ നിന്ന് താഴെ ഇറക്കി അല്ലെ മരിക്കുന്നത് വരെയുള്ള ആ സന്ദർഭങ്ങൾ ഏറ്റവും പ്രധാനമായും, ബാക്കി അതിനുവേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരുക്കം, പഴയ നിയമം മുതൽ തുടങ്ങിയ ഒരുക്കം മുഴുവൻ. ഇതാണ് നമ്മൾ ഈ എങ്ങനെയെങ്കിലും ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് വാശി പിടിക്കുന്നത്. ഒന്നും ഓർക്കുന്നില്ല, ഓർമ്മ വരുന്നില്ല. ഇതെന്താന്ന് ഓർമ്മ വരുന്നില്ല? കർത്താവ് പറയാണ്, മനസ്സിലാക്കണം, ഗ്രഹിക്കണം, ഹൃദയം ഉണരണം, കാണണം, കേൾക്കണം, ഓർക്കണം. കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കൊട്ട നിറയെടുത്തു? 12. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന് എത്ര എടുത്തു? 7. ഞാൻ അപ്പം വർദ്ധിപ്പിച്ച് വെളിപ്പെടുത്തിയില്ലേ ഞാൻ ദൈവമാണെന്ന്? എന്നിട്ടും നിങ്ങൾ എന്താ ഗ്രഹിക്കാത്തത്? ഇനി ഈ ബ്രെഡ് സെക്ഷൻ്റെ ഒരു ഉപസംഹാരം നമ്മൾ ആയിട്ടില്ലെങ്കിലും ഞാൻ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്താണ് കർത്താവ് പറയാൻ ശ്രമിച്ചത് ഇത്രയും നേരം, അതൊന്ന് 6:33 മുതലുള്ള ഭാഗത്ത് നിന്ന് കർത്താവ് പറയാൻ ശ്രമിച്ചു. 1, ഞാൻ ദൈവമാണ്. ആ ദൈവം ഞാൻ എന്നെ തന്നെ അപ്പമായിട്ട് നിങ്ങൾക്ക് തരുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട്, ആ എന്നോടുള്ള നിങ്ങളുടെ ആരാധന കുറച്ച് കൈ കഴുകുന്നതും കാല് കഴുകുന്നതും കുറേ കുമ്പിടുന്നതും കുറേ ആചാരങ്ങളും മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് ആരാധന. നിങ്ങളുടെ ശുദ്ധി, ഈ ആരാധനയുടെ ശുദ്ധി ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. അതാണ് കൈ കഴുകുന്ന ആ കാര്യങ്ങളുള്ള പ്രബോധനം. പിന്നെ ഈ അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമല്ല, വിജാതീയർക്കും ഉള്ളതാണ്.
അതാണ് സീറോ ഫിനീഷ്യൻ സ്ത്രീ, ബധിരൻ, വിജാതീയ ദേശത്ത് വെച്ച് നടന്ന അത്ഭുതങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടയാളം തലവേദന, നടുവേദന, പുറം വേദന മാറുന്നതല്ല, ഈ കുർബാനയാണ്. പിന്നെ ഈ കുർബാനയിൽ കാപട്യമില്ലാതെയും അവിശ്വാസമില്ലാതെയും അശുദ്ധിയില്ലാതെയും പങ്കെടുക്കണം. അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, കാണണം, കേൾക്കണം, ഗ്രഹിക്കണം, അറിയണം. നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചു പോകാതെ ഹൃദയം ഉണരണം. നിങ്ങൾ ഗ്രഹിക്കണം, ഓർമ്മിക്കണം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് മർക്കോസ് പഠിപ്പിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരണമേ, ഗ്രഹിക്കാൻ കൃപ തരണമേ, ഓർമ്മ തരണമേ, കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനും ഹൃദയം ഉണരാനും ഹൃദയം സജീവമാവാനും. കർത്താവേ, കുർബാനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവിൻ എന്ന് ശുശ്രൂഷകൻ പറയുന്നത് പോലെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപാവരവും അഭിഷേകവും അനുഗ്രഹവും കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.